പെർമിഷൻ അനുവാദം ചോദിക്കാം. പെർമിഷൻ ചോദിക്കുമ്പോൾ ക്യാൻ ആണോ കുഡ് ആണോ അതോ മേ ആണോ യൂസ് ചെയ്യുക? നമ്മുടെ കോൺവെർസേഷനിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് പെർമിഷൻ ചോദിക്കുക എന്നുള്ളത്. ഈ 3 വേർഡ്സ് ക്യാൻ കുഡ് മേ ഈ 3 വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് പെർമിഷൻ ചോദിക്കാം. എന്നാൽ ഇവ തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം നമുക്ക് ക്യാൻ നോക്കാം. ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും പെർമിഷൻ ചോദിക്കാനാണ് അല്ലെ, അനുവാദം. ഇനി ഏത് സിറ്റുവേഷനിലാണ് ക്യാൻ കൂടുതലായി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻഫോർമൽ സിറ്റുവേഷനിലാണ്. ഇൻഫോർമൽ സിറ്റുവേഷനിൽ അനുവാദം ചോദിക്കാനാണ് നമ്മൾ ക്യാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഇൻഫോർമൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് സംസാരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഇൻഫോർമൽ കോൺവെർസേഷനാണ്. അവിടെ വലിയ ഫോർമൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവരുടെ ഫോൺ ഒന്ന് തരുമോ, അല്ലെങ്കിൽ മറ്റൊരു ഹെൽപ്പ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. സെന്റൻസസ് നോക്കാം. നിന്റെ ഫോൺ ഒന്ന് ഞാൻ യൂസ് ചെയ്തോട്ടെ. നിന്റെ ഫോൺ ഒന്ന് ഞാൻ യൂസ് ചെയ്തോട്ടെ. ക്യാൻ ഐ ഇൻഫോർമൽ ആണ്. അപ്പൊ നമുക്ക് ക്യാൻ ഐ യൂസ് യുവർ ഫോൺ. ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ. നിന്റെ ഫോൺ ഒന്ന് ഞാൻ യൂസ് ചെയ്തോട്ടെ. നിന്റെ ബുക്ക് ഒന്ന് ഞാൻ എടുത്തോട്ടെ. നിന്റെ ബുക്ക് ഒന്ന് ഞാൻ എടുത്തോട്ടെ. ക്യാൻ ഐ ബോറോ എന്നോ ടേക്ക് എന്നൊക്കെ എഴുതാം. ക്യാൻ ഐ ടേക്ക് യുവർ ബുക്ക്. ക്യാൻ ഐ ടേക്ക് യുവർ ബുക്ക്. ഇനി നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടല്ലേ, നമുക്കൊന്ന് നടക്കാൻ പോയാലോ എന്ന്. ക്യാൻ വി ഗോ ഫോർ എ വാക്ക്. ക്യാൻ വി ഗോ ഫോർ എ വാക്ക്. അതായത് ഇതെല്ലാം ഇൻഫോർമൽ സിറ്റുവേഷനാണ്. എന്നാൽ ഒരു പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് കുഡ് നോക്കാം. കുഡ് യൂസ് ചെയ്തും പെർമിഷൻ ചോദിക്കാം. കുഡ് ഒരു പൊളൈറ്റ് വേർഡ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷനിൽ അതേ സെന്റൻസുകൾ നമുക്ക് കുഡ് യൂസ് ചെയ്തും ചോദിക്കാം. എന്നാൽ ഇപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ കാഷ്വലിയാണ് സംസാരിക്കുക. അവിടെ ഒരു ഫോർമാലിറ്റിയുടെ പൊളൈറ്റ്നെസ്സിനെ ഒന്നും ഒരുപാട് ആവശ്യമില്ല. എന്നാൽ നമ്മൾ വർക്കിംഗ് പ്ലേസിലൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ അത്ര കാഷ്വൽ ആയിട്ട് സംസാരിക്കണമെന്നില്ല. കുറച്ച് പൊളൈറ്റ് ആയിട്ട് പെർമിഷൻ ചോദിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ നമ്മൾ ആ ഒരു ഡിഫറൻസിലാണ് ചോദിക്കുക. ഇപ്പോ നിന്റെ ക്യാമറ ഒന്ന് തരുമോ, അല്ലെങ്കിൽ നിന്റെ ക്യാമറ ഞാനൊന്ന് എടുത്തോട്ടെ. 2 രീതിയിലും ടോണിൽ വ്യത്യാസം ഉണ്ടല്ലേ. അപ്പൊ കുറച്ച് പൊളൈറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. കുഡ് ഐ ബോറോ could I borrow your camera? Could I borrow your camera? അപ്പൊ പൊളൈറ്റ് വേ ആണ് നമ്മളുടെ പെർമിഷൻ എങ്കിൽ, പൊളൈറ്റ് ആയിട്ടാണ് നമ്മൾ പെർമിഷൻ ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുഡ് ആണ്. ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങളുടെ കാർ ഒന്ന് എനിക്ക് കടം തരുമോ? ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങളുടെ കാർ ഒന്ന് എനിക്ക് കടം തരുമോ? അപ്പൊ നമ്മൾ വളരെ ഫോർമൽ ആയിട്ട് പൊളൈറ്റ് ആയിട്ടാണ് ആ കാര്യം ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കാം? കുഡ് ഐ ബോറോ യുവർ കാർ ഫോർ ദ ഡേ? Could I borrow your car for the day? Could you help me with this? ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ കാര്യത്തിന് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? Could you help me with this? അപ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് could യൂസ് ചെയ്യാം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളുടെ വർക്കിംഗ് പ്ലേസിൽ ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും. അവരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ പെർമിഷൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത്തിരി നേരത്തെ പോകാനായിട്ട് പെർമിഷൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ ഫോർമൽ പൊളൈറ്റ് ആയിരിക്കും. വളരെ ഫോർമലും ആയിരിക്കും പൊളൈറ്റും ആയിരിക്കും. അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ കൂടുതലായും മേ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ക്യാൻ കുഡ് മേ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെർമിഷൻ ചോദിക്കാം. വളരെ പൊളൈറ്റ് ആയിട്ടും ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഒരു ദിവസം അവധി എടുക്കാമോ? എനിക്കൊരു ദിവസം അവധി എടുക്കാമോ? മേ ഐ ടേക്ക് എ ഡേ ഓഫ്. A day off. May I take a day off? നിങ്ങളുടെ കോൺവെർസേഷനിൽ ഞാൻ ജോയിൻ ചെയ്തോട്ടെ. നിങ്ങളുടെ കോൺവെർസേഷനിൽ ഞാൻ ജോയിൻ ചെയ്തോട്ടെ. May I join the conversation? May I join the conversation? ഞാനിപ്പോൾ പോയിക്കോട്ടെ. ഇപ്പൊ പോണം അല്ലെ, നമുക്ക് പെർമിഷൻ വേണം അതിന്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് മേ ഐ ലീവ് നൗ. മേ ഐ ലീവ് നൗ. അപ്പോ ക്യാൻ കുഡ് മേ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെർമിഷൻ ചോദിക്കാം. കാഷ്വൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലാണെങ്കിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്താൽ മതി. പൊളൈറ്റ് ആയിട്ട് ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ കുഡ് അല്ലെങ്കിൽ മേ യൂസ് ചെയ്യാം. നമ്മളുടെ വർക്കിംഗ് പ്ലേസിലൊക്കെ കൂടുതലായിട്ടും കുഡ് അല്ലെങ്കിൽ മേ യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി പെർമിഷൻ ചോദിക്കാൻ വേണ്ടി മാത്രമല്ല ക്യാനും കുഡും മേയും യൂസ് ചെയ്യുന്നത്. പെർമിഷൻ നൽകാനായിട്ടും പെർമിഷൻ ഡിനൈ ചെയ്യാനുമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ വേർഡ്സ് യൂസ് ചെയ്യാം. പെർമിഷൻ നൽകാനായിട്ട് നമുക്ക് ക്യാൻ, മേ, കുഡ് യൂസ് ചെയ്യാം. യെസ്, യു സർട്ടൻലി ക്യാൻ. Yes, you certainly can. Yes, you could. You could. Yes, you may be excused. You may be excused. ഇതെല്ലാം ഷോർട്ട് ഫോംസ് ആയിട്ട് പറയുന്നുള്ളൂ, ഫുൾ സെന്റൻസുകൾ പറയുന്നില്ല. അപ്പോൾ ഒരു പെർമിഷൻ നൽകാനായിട്ട് നമുക്ക് ഈ 3 വേർഡ്സ് യൂസ് ചെയ്യാം. ഇനി പെർമിഷൻ വേണ്ടാന്ന് പറയുമ്പോൾ, ഡിനൈ ചെയ്യുമ്പോൾ കൂടുതലായും നമ്മൾ ക്യാനും മേയും ആണ് യൂസ് ചെയ്യുന്നത്. കുഡ് യൂസ് ചെയ്ത് അങ്ങനെ വേണ്ടാന്ന് പറയാറില്ല. നോ യു കാൺട്. നോ യു കാൺട്. നോ യു മേ നോട്ട്. Be excused. You may not be excused. No, you can't. No, you may not be excused. അപ്പോൾ പെർമിഷൻ വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ക്യാൻ അല്ലെങ്കിൽ മേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ 3 വേർഡ്സിനെ കുറിച്ചായിരുന്നു. ക്യാൻ, കുഡ്, മേ എന്നിവ യൂസ് ചെയ്തുകൊണ്ട് ഏത് സിറ്റുവേഷനിൽ പെർമിഷൻ ചോദിക്കാന്ന്. മോഡേൺ ഇംഗ്ലീഷിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചോദിച്ചാലും തെറ്റൊന്നുമില്ല, കാര്യം അവർക്ക് മനസ്സിലായാൽ മതി. എന്നാലും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ച് പൊളൈറ്റ് ആയിട്ട് ഫോർമൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.